സ്ത്രീകളെ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം PCOD ആണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് PCODയിൽ സംഭവിക്കുന്നത്? സ്ത്രീകളിൽ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോൺസ് ഉണ്ട്. ഇതിന്റെ അളവ് കുറയുകയും പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജന്റെ അളവ് കൂടുകയും അത് കാരണം സ്ത്രീകളിൽ പുരുഷന്മാരിലൊക്കെ കാണുന്ന രീതിയിലുള്ള രോമ വളർച്ച മുഖത്ത് കാണപ്പെടുന്നു. പ്രത്യേകിച്ച് ചുണ്ടിന്റെ മുകൾ ഭാഗത്ത്, താടി ഭാഗങ്ങളിൽ. അതുപോലെ മുടി കൊഴിയുക, മുഖക്കുരു വരിക, മെൻസസിൽ വരുന്ന ഇറഗുലാരിറ്റീസ്, ബോഡി വെയിറ്റ് വർദ്ധിക്കുക. അതേപോലെ മറ്റൊരു കാര്യം PCOD ഉള്ള ആളുകളിൽ വരുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസ് എനർജിയായി കൺവേർട്ട് ആവാതെ ഫാറ്റായിട്ട് ശരീരത്തിലെ പല ഭാഗത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ബോഡി വെയിറ്റ് വർദ്ധിക്കാൻ. ഇനി ഒരാളുടെ തടി കണ്ടിട്ട് അവർക്ക് PCOD ഉണ്ടോ ഒരിക്കലും പറയാൻ പറ്റില്ല. മെലിഞ്ഞ ആളുകളിലും ഇതുപോലെ PCOD കാണപ്പെടുന്നുണ്ട്. നമ്മൾ സിംറ്റംസ് അല്ലെങ്കിൽ സ്കാനിങ്ങിലൂടെ മാത്രമേ നമുക്ക് PCOD കൺഫേം ചെയ്യാം. ഇപ്പോൾ PCOD പ്രശ്നമുള്ള ആളുകളിൽ മെൻസസ് ആവാതിരിക്കുകയും അവർക്കൊരു ഓവുലേഷൻ നടക്കാതിരിക്കുകയും ഓവം റിലീസ് ആവാതിരിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെയാണ് പ്രഗ്നന്റ് ആവാൻ സാധിക്കാത്തത്. എന്നാൽ PCOD ഉള്ള ചില സ്ത്രീകളിലാണെങ്കിലോ ഈ ഓവുലേഷൻ ഏതെങ്കിലും ഒരു മാസത്ത് നടക്കുകയാണെങ്കിൽ ഇത് അങ്ങനെ ഒരു ഓവം റിലീസ് ആവുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രഗ്നന്റ് ആവാനും സാധിക്കുന്നു. PCOD എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ ഡയറ്റ്, എക്സസൈസ്, സ്ട്രെസ് കൺട്രോൾ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡയറ്റിൽ പഞ്ചസാര, ബേക്കറി ഐറ്റംസ്, ഐസ്ക്രീം, ചോക്ലേറ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. അതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജങ്ക് ഫുഡ്സ് ഇത്തരം കാര്യങ്ങളുടെ ഉപയോഗം നല്ല രീതിയിൽ കുറയ്ക്കുക. അതേപോലെ തന്നെ ചോറിലൊക്കെ നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉപയോഗം നല്ല രീതിയിൽ കുറയ്ക്കുക. പകരം ഓട്സ്, രാഗി ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം. എക്സസൈസ് ഡെയിലി ചെയ്യുക. ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് രീതിയിലുള്ള എക്സസൈസും ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രെസ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസോ ഹോബീസോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് വഴി നിങ്ങൾക്ക് ഇത്തരം സ്ട്രെസ് മാനേജ് ചെയ്യാൻ സാധിക്കും. ഹോമിയോപ്പതിയിലും ഇത്തരം PCOD പോലത്തെ ബുദ്ധിമുട്ടുകൾക്ക് ഒരുപാട് മരുന്നുകൾ ലഭ്യമാണ്. അപ്പോൾ കുറച്ച് മാസം മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ട് ഇത്തരം ഡയറ്റ്, എക്സസൈസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ PCOD നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും.